നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കടൽക്ഷോഭം രൂക്ഷമായ എടവനക്കാട് നാട്ടുകാരുടെ സമരം തുടരും. ജില്ലാ കളക്ടർ വിളിച്ച ചർച്ച പരാജയം. തിങ്കളാഴ്ച മന്ത്രിയുമായി കൂടിക്കാഴ്ച. മലപ്പുറം എടവണ്ണയിൽ കാട്ടുപന്നി കുറുകെ ചാടി സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് അരീക്കോട് സ്വദേശി. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. വടകര ദേശീയപാതയ്ക്ക് സമീപം വീടുകളിൽ വെള്ളം കയറി. ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം. കോഴിക്കോട് മലയോരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട്. മാവൂർ പഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം. സംഭരിച്ച നെല്ലിന് പണമില്ല. പ്രതിസന്ധി മാറാതെ മലപ്പുറത്തെ നെൽകർഷകർ. സമരത്തിനൊരുങ്ങി കോൾ കർഷകർ. വർക്കല പാപനാശം. കുന്നുകൾ ഇടിയുന്നു. സംരക്ഷണ പ്രഖ്യാപനം പാഴ്വാക്കായി. അനധികൃത നിർമ്മാണങ്ങൾ കുന്നിടിയാൻ കാരണം. എറണാകുളം എടവനക്കാട് തീരസംരക്ഷണ സമിതിയുടെ സമരം തുടരും. എറണാകുളം ജില്ലാ കളക്ടർ വിളിച്ച ചർച്ച പരാജയപ്പെട്ടു. തീരുമാനങ്ങൾ ക്യാബിനറ്റ് കൂടി വേണം എടുക്കാനെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 1-ാം തീയതി ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടക്കും. കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു. കുഴുപ്പിള്ളയിൽ നിന്ന് എടവനക്കാടേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അണിയിൽ കടപ്പുറം, പഴങ്ങാട് കടപ്പുറം, ചാത്തങ്ങാട് കടപ്പുറം എന്നിവിടങ്ങളിലെ 150ഓളം വീടുകൾ കടലേറ്റ ഭീഷണിയിലാണ്. വടകര ദേശീയപാതയ്ക്ക് സമീപം വീടുകളിൽ വെള്ളം കയറി. റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. മുൻ വർഷങ്ങളിലും ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടായിരുന്നു. 16 വീടുകൾക്ക് നിലവിൽ വെള്ളക്കെട്ട് ഭീഷണിയാകുന്നുണ്ട്. പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നു. കോഴിക്കോട് മലയോരത്ത് മഴയ്ക്ക് ശമനം. പക്ഷേ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും എല്ലാം കരകവിഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണം. റോഡുകളിലും വെള്ളക്കെട്ടുണ്ട്. മാവൂർ പഞ്ചായത്തിലെ ആയംകുളം, പള്ളിയോൾ, പുത്തൻകുളം, നെച്ചിക്കാട്ട് കടവ് തുടങ്ങിയ ഭാഗങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. വയലുകളിൽ വെള്ളം കയറിയതോടെ വ്യാപകമായി വാഴകൃഷി നശിച്ചു. ശക്തമായ മഴയിൽ പാലക്കാട് പട്ടാമ്പി നഗരത്തിലെ റോഡുകളിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി. വലിയ കുഴികളിൽ വാഹനങ്ങൾ അകപ്പെടുന്നത് നിത്യസംഭവമാണ്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. ഗതാഗത കുരുക്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ വലയുകയാണ്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരമാന്ദ്യം ഏറ്റവും രൂക്ഷമായ ഈ സന്ദർഭത്തിൽ പട്ടാമ്പി പരിസരത്തിലേക്ക് ഇറങ്ങുന്ന ഉപഭോക്താക്കളൊക്കെ തന്നെ പട്ടാമ്പിയിലെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഉണ്ടാകുന്ന റോഡ് ബ്ലോക്ക്, അത് കാരണം പട്ടാമ്പിയിലേക്ക് തന്നെ വരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് ഈ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മഴക്കാലം വരുന്നതിന്റെ മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ള കുഴികളാണ്. ആ കുഴികളൊന്ന് അടയ്ക്കാൻ അധികൃതരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ ഗതാഗത കുരുക്കുന്ന നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇത് പലതരത്തിലുള്ള, രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്, ജോലിക്ക് പോകുന്നവർ, ആശുപത്രിയിലേക്ക് പോകുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ജനങ്ങളും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് ഈ പട്ടാമ്പി ടൗണിൽ പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുഴികൾ എത്രയും പെട്ടെന്ന്, ഇനി ടാറ് എന്നുള്ളതൊക്കെ ഈ ഒരു മഴക്കാലത്ത് പ്രായോഗികമല്ല എന്നാണ്, കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ടെങ്കിലും ആ കുഴികൾ അടച്ചിട്ടുള്ള ഒരു ഇത് ചെയ്തു തന്നിരുന്നുവെങ്കിൽ ആളുകൾക്ക് വലിയ രീതിയിലുള്ളൊരു സഹായകരാവും. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയും ആശങ്ക നിറഞ്ഞതായി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡ്. മുൻവർഷങ്ങളിൽ മഴ കനത്ത സാഹചര്യങ്ങളിൽ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. ഈ മഴക്കാലം ആരംഭിച്ച ശേഷവും ഗ്യാപ് റോഡിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞിരുന്നു. മൂന്നാർ മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
2017 ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ 6 മലയിടിച്ചിലുകളാണ് ഗ്യാപ് റോഡിൽ സംഭവിച്ചിട്ടുള്ളത്. 2023 ജൂലൈ 7-നാണ് അവസാനം ഗ്യാപ് റോഡിൽ വലിയ മലയിടിച്ചിലുണ്ടായത്. 30 മീറ്റർ ഭാഗത്താണ് അന്ന് മലയിടിഞ്ഞത്. 2019 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായ മലയിടിച്ചിലിൽ 2 തൊഴിലാളികളും ഒരു മണ്ണുമാന്തി യന്ത്രവും മണ്ണിനടിയിൽപ്പെട്ടിരുന്നു. അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് അന്ന് കണ്ടെത്തിയത്. 2019-ലും 2020-ലും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഗ്യാപ് റോഡിന് താഴ്ഭാഗത്ത് വലിയ കൃഷിനാശവും സംഭവിച്ചിരുന്നു. ന്യൂസ് 18 മൂന്നാർ. തൃശൂരിൽ ട്രെയിനിന്റെ ബോഗി വേർപെട്ടു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപെട്ടത്. വള്ളത്തോൾ നഗറിൽ വെച്ച് രാവിലെ 10 മണിക്കായിരുന്നു സംഭവം. AC കോച്ചിലേക്കുള്ള വൈദ്യുതി ബന്ധവും നിലച്ചിരുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ബോഗികൾ യോജിപ്പിച്ചു. കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. രാവണീശ്വരം മുക്കൂട് സ്വദേശി അജേഷാണ് വൈകിട്ട് പുഴയിൽ ചാടിയത്. ചെമ്പരിക്ക കള്ളംവളപ്പിലെ കടപ്പുറത്താണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹൃത്തിന് വാട്സാപ്പിൽ സന്ദേശം അയച്ചതിന് ശേഷമാണ് ഇയാൾ പുഴയിലേക്ക് ചാടിയത്. ഇയാളുടെ സ്കൂട്ടർ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. മലപ്പുറം എടവണ്ണയിൽ കാട്ടുപന്നി കുറുകെ ചാടി സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. അരീക്കോട് സ്വദേശി പൂവഞ്ചേരി അബ്ദുൽ ഹമീദാണ് മരിച്ചത്. എടവണ്ണ പാലപ്പറ്റയിലാണ് സംഭവം. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. തൃശൂർ മരോട്ടിച്ചാലിൽ വീണ്ടും കാട്ടാനിറങ്ങി. തുടർച്ചയായ 2ാം ദിവസമാണ് മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. ചുള്ളിക്കാവിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ഇന്നലെ ചീരക്കുണ്ട് ഭാഗത്ത് കാട്ടാനക്കൂട്ടം നേന്ത്രവാഴകൾ നശിപ്പിച്ചിരുന്നു. നെല്ല് സംഭരിച്ച് 2 മാസത്തിലധികമായിട്ടും പണം ലഭിക്കാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് മലപ്പുറം ജില്ലയിലെ നെൽകർഷകർ. ഈ സാഹചര്യത്തിൽ സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ് ജില്ലയിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന പൊന്നാനി കോൾ മേഖലയിലെ കർഷകർ. പ്രതിഷേധം പ്രക്ഷോഭത്തിലേക്ക് വഴിമാറുമ്പോൾ നൂറുമേനി വിളയുന്ന പാടങ്ങൾ തരിശുനിലങ്ങളായി മാറിയേക്കും. 85 കോടി രൂപയാണ് സപ്ലൈകോ മലപ്പുറം ജില്ലയിലെ നെൽകർഷകർക്ക് നെല്ല് സംഭരിച്ച വകയിൽ നൽകാനുള്ളത്. പൊന്നാനി കോൾ മേഖലയിലെ കർഷകർക്ക് മാത്രം 30 കോടി രൂപയുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരുന്നു സംഭരണം. മാസം ഇത്ര കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ പണം മാത്രം വന്നില്ല. അധികൃതരോട് ചോദിക്കുമ്പോൾ ആരും കൃത്യമായ മറുപടി നൽകുന്നുമില്ല. ഇനി കടം വാങ്ങാനിടമില്ല, പണയം വയ്ക്കാൻ ബാക്കിയൊന്നുമില്ല. പ്രത്യക്ഷ സമരമല്ലാതെ വേറെ വഴിയില്ലെന്നും കർഷകർ. ഞങ്ങൾ കൊടുത്ത നെല്ലിന്റെ പണമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ കൊടുത്ത നെല്ലിന്റെ ഒരു ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും, അത് നമ്മൾ എന്ന രാഷ്ട്രീയം എന്നുള്ളതല്ല, രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുക. അധികാരത്തിലിരിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരാണെങ്കിലും അവര് കാണേണ്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത് ഇവർക്ക് ഒരു സ്ഥിര വരുമാനമില്ലാത്ത ആളുകളാണ്. കർഷകർ എന്ന് പറയുമ്പോൾ അവരുണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിലയാണ് അവർക്ക് കിട്ടേണ്ടത്. അത് വായ്പ വാങ്ങിയിട്ടാണ് ഭൂരിഭാഗം കർഷകരും ഈ പണിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത് ഉടനടി കൊടുക്കണം. അത് കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാകാത്ത ഒരു സാഹചര്യത്തിലാണ് കർഷകർ സംഘടിതമായ സമരത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 28 രൂപ 32 പൈസ എന്ന സപ്ലൈകോയുടെ നല്ല വില വാഗ്ദാനത്തിൽ വിശ്വസിച്ചതാണ് ചതിയായതെന്നും സ്വകാര്യ മില്ലുകൾക്ക് നൽകിയാൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്നും ഇവർ പറയുന്നു. ഞങ്ങളിൽ സ്വകാര്യ കമ്പനികൾ ഇപ്രാവശ്യം വന്ന് സമീപിച്ചാണ്. അവർ 26 രൂപയ്ക്ക് ഞങ്ങളെ നെല്ല് എടുക്കാമെന്നും പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവർക്കാർക്കും കൊടുത്തില്ല. ഞങ്ങൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. ഞങ്ങൾ ഈ ദുരിതത്തിൽ ഉണ്ടാവില്ല. 2 രൂപ അധികം തരും എന്നുള്ളൊരു വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചു അല്ലേ? അതിന് ഞങ്ങൾ 5 രൂപ പലിശയാണ് ഞങ്ങൾ പോണത്. 2 രൂപ അവര് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ ഇത്രയും ഫണ്ടുകൾ മേടിച്ചിട്ടുള്ളതിൽ 5-6 രൂപ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. അപ്പൊ അതിലും നല്ല ഞങ്ങൾക്ക് പ്രൈവറ്റ് മില്ലുകൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. പണം ലഭിച്ചില്ലെങ്കിൽ ഇനി കൃഷി ചെയ്യാനില്ല എന്ന കടുത്ത നിലപാടിലാണ് പൊന്നാനി കോൾ മേഖലയിലെ കർഷകർ. പ്രാവശ്യം ജനറൽ ബോഡി കൂടി ഈ വർഷം തരിശായിട്ട് കെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എല്ലാ കർഷകരും മുന്നോട്ട് പോകാനുള്ള തീരുമാനം വെച്ചിട്ടുള്ളത്. താങ്കളെ കൂട്ടിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. താങ്കളെ കൂട്ടിയപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അതിപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം പ്രാബല്യത്തിൽ വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നാലും താങ്കളെ കൂട്ടിയാലും വേണ്ടില്ല, നമ്മളുള്ള നെല്ലിന്റെ പൈസ കൊണ്ടുപോയത് കിട്ടിയത് മതി. സർക്കാർ വാക്ക് വിശ്വസിച്ച് കൃഷി ഇറക്കിയവർ വിയർപ്പിന്റെ വില തേടി പ്രക്ഷോഭത്തിന് തയ്യാറാകുമ്പോൾ നഷ്ടമാകുന്നത് സർക്കാരിന്റെ കാർഷിക നയങ്ങളിലെ വിശ്വാസ്യതയാണ്. ന്യൂസ് 18 മലപ്പുറം. പാലിയേക്കരയിൽ ഫാസ്ടാഗിൽ പണമില്ലാത്തതിനെ തുടർന്ന് ടോറസ് പിന്നോട്ട് തിരിക്കുന്നതിനിടെ
കാറിലിടിച്ച് അപകടം. ടോറസ് ലോറി ഡ്രൈവർ അലക്ഷ്യമായി വണ്ടി പിന്നോട്ടെടുത്തതോടെ പുറകിലുണ്ടായിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. കാറിന് മുകളിലേക്ക് ലോറിയുടെ പിൻഭാഗം ഇടിച്ചുകയറി. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് സ്വദേശികളാണ് വാഹനം ഓടിച്ചിരുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മൂവാറ്റുപുഴയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് വീടിന്റെ മതിൽ തകർത്ത് മുറ്റത്തേക്ക് തലകീഴായി മറിഞ്ഞ് വാഴക്കുളം തൈക്കുടിയിൽ നിതീഷ് ദിനേശിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജോസ്മോനും ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. MC റോഡിൽ കൊട്ടാരക്കര വാളകത്ത് വാഹനാപകടം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെട്ടിക്കവല നിരപ്പിൽ സ്വദേശി വേണുവാണ് മരിച്ചത്. സ്കൂട്ടറിന് പിന്നിൽ സഞ്ചരിച്ച തലച്ചിറ സ്വദേശി സന്തോഷ് പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇരുവരും പെയിന്റിംഗ് തൊഴിലാളികളാണ്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വാളകം MLA ജംഗ്ഷനിൽ രാത്രിയായിരുന്നു അപകടം. ഇടുക്കി ഏലപ്പാറയിൽ സ്കൂൾ ബസും KSRTC ബസും കൂട്ടിയിടിച്ച അപകടം. വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ പീരുമേട്ടിലെയും ഏലപ്പാറയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTCയും കുട്ടിക്കാനത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസുമാണ് കൂട്ടിയിടിച്ചത്. കാസർഗോഡ് പട്ടാപ്പകൽ ബസിൽ നിന്നും യാത്രക്കാരിയുടെ 6.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പയ്യന്നൂർ സ്വദേശി MK ഉദയമ്മയുടെ ബാഗിൽ നിന്നാണ് ആഭരണം കവർന്നത്. പയ്യന്നൂരിൽ നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് കാഞ്ഞങ്ങാടെത്തിയ സ്വകാര്യ ബസ്സിലാണ് കവർച്ച നടന്നത്. ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന 3.5 ലക്ഷം രൂപ വില വരുന്ന 2 മാലകളാണ് മോഷണം പോയത്. മോഷ്ടാവിന്റെ ദൃശ്യം ബസിന്റെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV പരിശോധിച്ചപ്പോൾ യുവതിയുടെ ബാഗിൽ നിന്നും മാലകൾ കൈക്കലാക്കുന്ന ദൃശ്യം കണ്ടെത്തി. മോഷണം നടത്തിയ സ്ത്രീയുടെ ദൃശ്യം വ്യക്തമല്ല. ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് നീലേശ്വരത്ത് പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് 20 പവൻ സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കൊട്ടാരക്കര എഴുകോൾ ഇടക്കിടം സ്വദേശി അഭിരാജാണ് അറസ്റ്റിലായത്. ഇന്നലെ വൈകിട്ടാണ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ നീലേശ്വരം ഏരിയ സെക്രട്ടറി OV രവീന്ദ്രന്റെ വീട്ടിൽ മോഷണം നടന്നത്. മോഷ്ടിച്ച സ്വർണവും പണവും ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് NITയിലെ സെക്യൂരിറ്റി ജീവനക്കാരും സാനിറ്റേഷൻ തൊഴിലാളികളും സമരത്തിൽ. NITക്ക് മുന്നിൽ സംയുക്ത സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല പണിമുടക്ക് 5 ദിവസം പിന്നിട്ടു. പുതുതായി ജോലിക്ക് ഇന്റർവ്യൂവിന് വന്നവരുമായി ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് സംഘർഷം. NITയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ചാത്തമംഗലം മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്യൂരിറ്റി സാനിറ്റേഷൻ തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള നീക്കം ഉൾപ്പെടെ ഉയർത്തിയാണ് പ്രതിഷേധം. ഈ ഇരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയോ മണ്ഡലം പ്രസിഡന്റിന്റെയോ ബ്ലോക്ക് പ്രസിഡന്റിന്റെയോ ജില്ലാ സെക്രട്ടറിയുടെയോ ഞങ്ങളുടെയോ നേതൃത്വത്തിലുള്ള സമരമല്ല. പാവപ്പെട്ട ജീവനക്കാരുടെ ജോലിയുടെ സംരക്ഷണയുടെ സമരമാണ് ഈ സമരം. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, വിജയം കണ്ടിട്ട് ഈ സമരം അവസാനിക്കുള്ളൂ. തൊഴിലാളികൾക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഈ നാട്ടിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഈ കരി നിയമം മാറ്റുന്നതിനുള്ള പോരാട്ടത്തിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഒരു തർക്കവും വേണ്ട. ഇവിടുത്തെ ജീവനക്കാരുടെ കുടിശ്ശിക പിടിക്കൊടുക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, വിദ്യാർത്ഥികൾക്ക് പണ്ടേതോ ആധുനിക പൗരാണിക യുഗത്തിലുള്ള പോലുള്ള ശിക്ഷകൾ കൊടുക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ പിഴടക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ. ഈ കിരാത നടപടിക്കെതിരെ ഞങ്ങളുടെ സമരം. ഇടവേള. മുത്തൂറ്റ് ഫൈനാൻസ് ഇന്ത്യ. വർക്കല പാപനാശം ക്ലിഫുകളുടെ സംരക്ഷണം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി. പാപനാശം മുതൽ വെറ്റക്കട വരെ നീളുന്ന 7.5 കിലോമീറ്റർ ഭാഗത്ത് പലയിടത്തും കുന്നുകൾ ഇടിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിയമം ലംഘിച്ചിട്ടുള്ള നിർമ്മാണങ്ങളും കുന്നിടിയാൻ കാരണമാണ്. സ്വാഭാവിക കുന്നുകൾ സംരക്ഷിക്കാൻ നടപടിയില്ലാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കടലിന് അഭിമുഖമായി കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന കുന്നുകൾ ഇപ്പോൾ പലയിടങ്ങളിലും അപകടകരമായ നിലയിൽ
ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് റിസോർട്ടുകളും ഹോട്ടലുകളും മറ്റു വ്യാപാര കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. പലതും നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നവയാണ്. വർഷങ്ങളായി കുന്നുകളുടെ പല ഭാഗങ്ങളും ഇടിയാൻ തുടങ്ങിയിട്ട് ഈ മഴയിൽ കുന്നിന്റെ പല ഭാഗങ്ങളും അപകടാവസ്ഥയിലായി. ഗതാഗത നിരോധനവും ഏർപ്പെടുത്തി. പാപനാശം മുതൽ വെറ്റക്കട വരെ നീളുന്ന വിശാലമായ ബീച്ചാണ് വർക്കല ടൂറിസം കേന്ദ്രത്തിന്റെ പ്രധാന ആകർഷണം. വർക്കല ഫോർമേഷൻ എന്ന ഭൂമിശാസ്ത്ര ഘടന ഈ ഭാഗത്താണുള്ളത്. വൻതോതിൽ ലാറ്ററൈറ്റ് ഉൾപ്പെടെയുള്ള ധാതു നിക്ഷേപം ഈ കുന്നുകളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കുന്നുകളിലെ ഉറവകൾക്ക് ഔഷധ ഗുണമുണ്ട് എന്നും പറയപ്പെടുന്നു. തിരുവമ്പാടി മുതൽ പാപനാശം ബലിമണ്ഡപം വരെയുള്ള ക്ലിഫിന്റെ മിക്ക ഭാഗങ്ങളും നിലം പൊത്തിക്കഴിഞ്ഞു. വിലക്ക് ലംഘിച്ചുള്ള നിർമ്മാണങ്ങൾ തുടരുന്നുമുണ്ട്. ഭാരം മുഴുവൻ ബലക്കുറവുള്ള മണ്ണിലേക്ക് വരുന്ന വിധമാണ് ക്ലിഫിൽ നിലവിലുള്ള നിർമ്മാണങ്ങളെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. ക്ലിഫ് സംരക്ഷിക്കാൻ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചു മടങ്ങുകയാണ് അധികാരികൾ ചെയ്യുന്നത്. ന്യൂസ് 18 വർക്കല. വയൽ കാഴ്ചകൾക്ക് പൊലിമയേകി കാസർഗോഡ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മഴപ്പൊലിമ നാട്യമഹോത്സവം. CDSന്റെ നേതൃത്വത്തിൽ കൈതക്കാട് പാടശേഖരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആവേശം വാനോളം ഉയർത്തിയായിരുന്നു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിൽ മഴപ്പൊലിമ കൃഷി ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. വിശാലമായ പാടശേഖരത്തിൽ ജനങ്ങൾ മഴയുടെ താളത്തിൽ ചുവടുവച്ചു. മഴയ്ക്കൊപ്പം കളിച്ചും ഞാറ് നട്ടും കുട്ടികളും മുതിർന്നവരും മഴപ്പൊലിമ നാടിന്റെ ഉത്സവമാക്കി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം മത്സരവും ഒരുക്കിയിരുന്നു. നാടൻപാട്ട് കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും കുടുംബശ്രീ അംഗങ്ങളുടെ കോൽക്കളിയും ശ്രദ്ധേയമായി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 ചെറുവത്തൂർ. കൊച്ചിയിൽ വീണ്ടും ലഹരിമരുന്ന് വേട്ട. പറവൂർ മാഞ്ഞാലിയിൽ കാറിൽ കടത്തിയ 37 ഗ്രാമിലധികം MDMAയും 21 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. പറവൂർ സ്വദേശികളായ ശ്രാവൺ, മുബാറക്, സുഹൈൽ, സുലൈമാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന ലഹരിമരുന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിൽ വിൽക്കാനായിരുന്നു പദ്ധതി. കൊച്ചി മരടിൽ ബൈക്കിൽ സഞ്ചരിച്ച് MDMA കച്ചവടം നടത്തിയ 2 പേർ പിടിയിൽ. ഈരാറ്റുപേട്ട സ്വദേശികളായ ഷാഹിദ്, ഷാറൂഖ് ഖാൻ എന്നിവരാണ് പിടിയിലായത്. 1 ഗ്രാമിലധികം MDMAയും ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും കസ്റ്റഡിയിലെടുത്തു. കാക്കനാട്, വൈറ്റില, മരട് ഭാഗങ്ങളിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചായിരുന്നു ലഹരിമരുന്ന് കച്ചവടം. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സ്ത്രീകളുടെ വാർഡിൽ ശുചിമുറിയില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. ആശുപത്രി മാനേജ്മെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിലെ ശുചിമുറി അടഞ്ഞിട്ട് മാസങ്ങളായി. പുരുഷന്മാരുടെ വാർഡിലെ ശുചിമുറികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സ്ത്രീകളും കൂട്ടിരിപ്പുകാരും. രാത്രികാലങ്ങളിൽ ശുചിമുറിയിൽ പോകാൻ കിടപ്പ് രോഗികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഡെങ്കിപ്പനി അടക്കം ഗുരുതര രോഗബാധിതരായവരാണ് ഏറെ വലയുന്നത്. നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച ശുചിമുറിയാണ് അശാസ്ത്രീയ നിർമ്മാണം കാരണം അടഞ്ഞുകിടക്കുന്നത്. വിസർജ്യം അടിഞ്ഞുകൂടി ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് അടച്ചിടാൻ കാരണമായത്. പൈപ്പിൽ നിന്നും പൊട്ടിയൊലിക്കുന്നവ ലാബ് പ്രവർത്തിക്കുന്ന ഭാഗത്തേക്കും ആളുകളുടെ ദേഹത്തേക്ക് വീഴുന്നതായും പരാതിയുമുണ്ട്. റോഡിലേക്ക് കവിഞ്ഞൊഴുകി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. ശുചീകരിച്ച് നൽകണമെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ആവശ്യപ്പെട്ടപ്പോൾ ശുചിമുറി അടച്ചുപൂട്ടുക മാത്രമാണ് ആശുപത്രി അധികൃതർ ചെയ്തത്. കൊച്ചു പെൺകുട്ടികൾ മുതൽ പ്രായം ചെന്ന അമ്മമാര് വരെ സർജറി അടക്കം പനി അടക്കം പിടിച്ചിട്ട് ഈ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 മാസക്കാലമായി ഈ വനിതാ വാർഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഈ ആശുപത്രിയിലെ ബാത്റൂമുകളുടെ അവസ്ഥയെന്ന് പറയുന്നത്. അത് നേരിൽ ബോധ്യപ്പെട്ട ഒരാളെന്ന നിലയിൽ തന്നെ പറയുകയാണ്. 5 ബാത്റൂംസ്, ടോയ്ലറ്റ് ഉൾപ്പെടെ, ബാത്റൂം ഉൾപ്പെടെ 5 സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ആ വാർഡുകളിൽ കിടക്കുന്ന വനിതകൾക്ക് ഒന്ന് ബാത്റൂമിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ അത് പുരുഷ വാർഡിലെ ബാത്റൂമുകളിലേക്ക് കടന്നു ചെല്ലേണ്ടുന്ന അവസ്ഥയാണ്. ടോയ്ലറ്റിലെ ബ്ലോക്ക് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ കായംകുളം നഗരസഭാ ചെയർപേഴ്സണും ആരോഗ്യ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ വിശദീകരണം. ടോയ്ലറ്റ് സംവിധാനം മാത്രമല്ല, ശുദ്ധമായ കുടിവെള്ളവും വാർഡുകളിൽ ലഭ്യമല്ല. പലയിടങ്ങളിലായി വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതുമൂലം സാധാരണക്കാരായ രോഗികൾ പുറത്തുനിന്നും പണം മുടക്കി വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ്. ന്യൂസ് 18 കായംകുളം.
സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം വർക്കല നഗരസഭയുടെ അറവുശാല. ലക്ഷങ്ങൾ മുടക്കി ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടമാണ് പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ കാടുകയറി നശിക്കുന്നത്. 2020 ജനുവരിയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് തിരുവനന്തപുരം വർക്കല നഗരസഭയുടെ അറവുശാല കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 2022 കെട്ടിടം പണി പൂർത്തിയാക്കുകയും ചെയ്തു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കേന്ദ്ര ഫണ്ട് കൂടി ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. എന്നാൽ നാളിതുവരെ കഴിഞ്ഞിട്ടും അറവുശാലയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലെ നിയന്ത്രണ ചട്ടങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിബന്ധനകൾക്കും വിരുദ്ധമായാണ് അറവുശാലയ്ക്ക് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണമായി നഗരസഭാ അധികൃതർ പറയുന്നത്. 2001 കേന്ദ്ര നിയമം, സ്ലാട്ടർ ഹൗസിന്റെ ഒരു നിയമം കേന്ദ്രം പല പ്രാവശ്യം അമെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ 2021 നിയമപ്രകാരം അതിന് കുറച്ച് സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ആ ബിൽഡിങ്, അതിനുണ്ട് എന്തൊക്കെ ഫെസിലിറ്റി വേണം. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഉള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പം ആ ബിൽഡിങ്ങിൽ ചെയ്തിരിക്കുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത്. അറവുശാലയിലേക്കുള്ള യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികളും ഇഴഞ്ഞു നീങ്ങുകയാണ്. കെട്ടിടവും പരിസരവും വൃത്തിഹീനമായ അവസ്ഥയിൽ കാട് കയറി നശിക്കുകയാണ്. പ്രദേശത്ത് കൊതുക് ശല്യവും രൂക്ഷമാണ്. ഈച്ച, കൊതുക്, ഇതിന്റെ ശല്യം അവരുടെ ആൾക്ക് ജീവിക്കാൻ വയ്യ. നാറ്റം. അവരിവിടെ നോക്കിയിട്ട് വേണം, ഇവിടെ പൂങ്കാവനം പോലെയാണ് കിടക്കുന്നതെന്ന്. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ HI എന്ന് പറഞ്ഞാൽ 4 AHI, 1 HI, 1 HS. ഇവർ ഇന്ന് ഇതുവരെയായിട്ട് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഇതുവരെയായിട്ട് ഇതിനകം അവർ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അവരിവിടെ തങ്ങത്തില്ല. അറവുശാലയോട് ചേർന്നുള്ള പമ്പ് ഹൌസിന്റെ നവീകരണത്തിലും അഴിമതി ആരോപണമുണ്ട്. പമ്പ് ഹൌസിന് വെള്ള പൂശാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച ഫണ്ടിൽ തിരിമറി നടന്നിട്ടുള്ളതായാണ് നാട്ടുകാരുടെ ആരോപണം. നിലവിൽ അറവുശാലയ്ക്കായി നിർമ്മിച്ച കെട്ടിടത്തിന് സമീപത്താണ് മാടുകളെ അറക്കുന്നത്. വെറ്റിനറി ഡോക്ടർ മൃഗങ്ങളുടെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6595 രൂപ, പവന് 52,760 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5505 രൂപ, പവന് 44,040 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോയ്ക്ക് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.